നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ചൂടുകാലമാണ്, അതായത് ചെറിയ ചൂടൊന്നുമല്ല, വലിയ ചൂടുകാലം തന്നെയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് പോവുകയാണ്. പക്ഷേ ശരിക്കും ഈ എ സി നമുക്ക് അസുഖം ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമുക്ക് മേലായിക ഉണ്ടാക്കാനും ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ തന്നെയാണ് എ സി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഒരു സംശയം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ട്രോക്സ് 7293 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: സമ്മർ സീസണിൽ പ്രോപ്പറായിട്ട് എ സി വെൻറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം വിത്തൗട്ട് ഹെൽത്ത് ഇഷ്യൂ ആൻഡ് എഫക്റ്റീവ് കൂളിംഗ് ഫോർ ഫ്രണ്ട് ആൻഡ് റിയർ പാസഞ്ചേഴ്സ്? റിയർ എ സി വെൻറ്റ് ആവശ്യമുണ്ടോ ഫോർ വാഗണാർ, അതോ ഫ്രണ്ട് എ സി വെൻറ്റ് മതിയാകുമോ? പ്ലീസ് റിപ്ലൈ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊരു ചോദ്യം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം മനസ്സിൽ സംശയം കാണുമായിരിക്കും. കാരണം പെട്ടെന്ന് നല്ല ചൂടത്ത് അല്ലെങ്കിൽ നല്ല വെയിലത്തൊക്കെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഓടി വാഹനത്തിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, അയ്യോ പെട്ടെന്നൊന്ന് തണുത്തിരുന്നെങ്കിൽ. അന്നേരം തന്നെ നമ്മൾ കയറി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ എ സിയുടെ വെൻറ്റ്, അതായത് ഈ കാണുന്ന എ സി വെൻ്റൊക്കെ നമ്മുടെ മുഖത്തോട്ട് വയ്ക്കും. ഇതും ഈ സൈഡിലെ ഈ പറ്റുമെങ്കിൽ ഇതും എല്ലാം നമ്മുടെ മുഖത്തോട്ട് തന്നെ ഫേസ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ വെക്കാറുണ്ട്. ശരിക്കും അത് ശരിയായിട്ടുള്ള രീതിയാണോ? അതായത് നമുക്ക് അങ്ങനെ ഫേസിലോട്ട് വെക്കുന്നത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഫേസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഒരു മേലായിക ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനം ചൂടായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നല്ല വെയിലുണ്ടെന്നുള്ളത്. നമ്മളും നല്ല ചൂടത്തു നിന്നായിരിക്കും ഓടിക്കയറി വരുന്നത്. ഇത്രയും ചൂടായിട്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഈ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിലോട്ട് അടിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളും ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ ഡോക്ടറൊന്നുമല്ല. ഡോക്ടേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കറിയാവുന്നൊരു അറിവ് ഞാൻ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാണ്. ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ രീതിക്ക്, അതായത് ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ഹീറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്, അതായത് ഡ്രൈവർ സൈഡിൽ ഞാനൊന്നും ചെയ്തില്ല, ലെഫ്റ്റ് സൈഡിലൊരു ഗ്ലാസ് ഏകദേശം ഈ ഒരു പകുതി പോർഷനിൽ ഓപ്പൺ ആക്കിയിടും. ബാക്ക് സൈഡിൽ ഈ ഒരു ഗ്ലാസും ഞാൻ തുറന്നിടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് കാറ്റ് കയറി ഈ സൈഡിൽ കൂടെ പോകും. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി ശരിക്കും നമ്മൾ ചെയ്യാൻ പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ എ സി വെൻ്റ് ഒരിക്കലും നമ്മുടെ ഫേസിലോട്ട് വെക്കരുത്. നേരെ ബാക്കിലോട്ട് ആ ഒരു പൊസിഷനിലോട്ട്, ഈ ഫ്ലോ ഇങ്ങോട്ടേ വരാവുള്ളൂ, അത് ഇങ്ങനെ പോകാവുള്ളൂ, നമ്മുടെ അടുത്തോട്ട് വരരുത്, ഈ സൈഡിലോട്ട് പോകണം. അതുപോലെ തന്നെ ഈ ഒരു എ സി വെൻറ്റും നേരെ ബാക്കിലോട്ട് കുറച്ചൊന്ന് മേലോട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല. ഇതും ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാകരുത്, നേരെ ബാക്ക് സൈഡിലോട്ട് പോകുന്ന രീതിക്ക് അതും ആ രീതിക്ക് സെറ്റ് ചെയ്യണം. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഫുൾ ടെമ്പറേച്ചർ നിങ്ങൾ കൂളായിട്ട് തന്നെ, അതായത് ഏറ്റവും തണുപ്പുള്ള പൊസിഷനും ഫസ്റ്റ് സ്പീഡല്ല 4th സ്പീഡ് തന്നെ കിട്ടും, ഒരു കുഴപ്പമില്ല. ഇതാണ് ഏറ്റവും നല്ലൊരു രീതിയിൽ ഞാൻ എപ്പോഴും പറയും. കാരണം ഇങ്ങനെ ഇട്ടതിന് ശേഷം നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എ സി ഓണാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ക്രോസ് വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഓടുകയാണെങ്കിൽ വിത്തിൻ മിനിറ്റ്സ്, ഏകദേശം 1 മിനിറ്റ് പോലും എടുക്കുന്നതിൻ്റെ മുമ്പ് വാഹനം തണുക്കും. ഇനി രണ്ടാമത്തെ കാര്യം, തണുപ്പായി കഴിഞ്ഞാൽ ഗ്ലാസസ് കയറ്റിയിടാം. ഒരു കാരണവശാലും നമ്മുടെ ഫേസിലോട്ട് വെക്കരുത്. കാരണം ഫേസിലോട്ട് ഡയറക്റ്റ് കൂളാകുന്നതിന് പകരം വാഹനത്തിനകത്ത് ഫുള്ള് കൂളാകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളും കൂളായി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്യാവുള്ളൂ. ഇതല്ലാതെ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഫേസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ വാഹനത്തിൽ ഇങ്ങനെ ഒരു തണുപ്പ് പെട്ടെന്ന് നമുക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ചിലപ്പോൾ വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്.